ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഐഷുവിൻ്റെ ഉമ്മയാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിലൂടെ അങ്ങനെ വന്നു പോയിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ റമദാൻ മാസം വന്നതോടുകൂടെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു റമദാനാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം റമദാനിൽ നമ്മൾ കൂടുതലും ഹോസ്പിറ്റലുകളിലായിരുന്നു. MES, അൽഷിഫ, മൗലാന ഇവിടെയൊക്കെ ആയിരുന്നു. അപ്പോൾ റമദാനിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അഡ്മിറ്റ് ആയിട്ടുള്ള സമയമായിരുന്നു കഴിഞ്ഞ റമദാനിൽ. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. സ്വാഭാവികമാണ്. കടകളൊന്നും ഉണ്ടാവില്ല. ഐഷുവിന് ഫുഡ് വേണം. പകൽ സമയത്ത് കടകളൊന്നും ഓപ്പൺ അല്ല. ഇനി രാത്രി ആയാലും അവൾക്ക് ആവശ്യമുള്ള ഫുഡ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ വീട്ടിൽ വന്നിട്ട് ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളത് പോസിബിൾ അല്ല. ആ സമയത്ത് നമ്മൾക്ക് കഞ്ഞിയായാലും പഴമായാലും അതൊക്കെ വീട്ടിൽ നിന്ന് വേവിച്ച് കൊണ്ടുതരിക, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയണത് ഭയങ്കര, എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ നിറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമല്ല തോന്നുന്നത്. അന്ന് ഇങ്ങനെയൊക്കെ സഹിച്ചല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടായല്ലോ എന്നുള്ള ഒരു വിഷമം എനിക്ക് തോന്നണില്ല. പടച്ചോനെ, ആ സമയത്തൊക്കെ നിൻ്റെ ഒരു കാവൽ, നിൻ്റെ കൈകൾ പല മനുഷ്യരിലൂടെ ഞങ്ങളിലേക്ക് എത്തിയല്ലോ എന്നുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. പടച്ചവനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളോട് എല്ലാവരോടും, അത് പ്രാർത്ഥനയിലൂടെ ആയാലും സാമ്പത്തികമായാലും ശാരീരികമായാലും ഒക്കെ നമ്മളെ ഒരുപാട് സഹായിച്ച മനുഷ്യന്മാരുണ്ട്. അവരോടൊക്കെ ഉള്ള ഒരുപാട് കടപ്പാടും നന്ദിയും ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ മനസ്സിലിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ വർഷത്തെ ഒരു റമദാൻ എന്ന് പറയുന്നത് ഇത്രയും കാലം ഞാൻ ജനിച്ച് ഇത്രയും കാലത്തിലിടക്ക് ഏറ്റവും നല്ലൊരു റമദാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പല കാര്യങ്ങളും നമുക്ക് പല തിരിച്ചറിവുകൾ നൽകും. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതവുമായി കണക്റ്റഡ് ആക്കാൻ പറ്റിയ ഖുർആനിലൊരു സൂറത്താണ് ളുഹാ സൂറത്ത്, വളുഹാ വല്ലൈലി. അതിൽ പറയുന്ന ആ കാര്യങ്ങൾ ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എത്ര ശരിയാണ്. നമുക്ക് പല കാര്യങ്ങളും നമ്മളിലേക്ക് എത്തുമ്പോഴും പടച്ചോൻ നമ്മളെ കൂടെ ഉണ്ട്, കൈവിടൂല, അത് ഉറപ്പാണ്. അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് നിൻ്റെ രക്ഷിതാവിൻ്റെ, ക്രിയേറ്ററുടെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഞാൻ എണ്ണി എണ്ണി പറയേണ്ടതാണ്, അല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ ഈ ശ്വാസം ജീവിക്കുന്ന എന്നുള്ളൊരു തെളിവാണ്. ആ ശ്വാസം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഭൂമിയിലില്ല. നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും. അത്ര വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് പറയാനുണ്ടാവില്ല. എന്നാൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണി എണ്ണി പറയാനുണ്ടായിരിക്കില്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹത്തിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന ശ്വാസം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് സൃഷ്ടാവ് തന്നിട്ടുണ്ട്. പക്ഷേ നമ്മളതൊന്നും അങ്ങനെ ഓർക്കാറില്ല, പറയാറില്ല എന്ന് മാത്രം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഐശ്വര്യന് കിട്ടിയതാണ്. ആ ഒരു സ്നേഹം, ആ ഒരു അവളുടെ ആ ഒരു വിളി, സംസാരം, അതിലൂടെ എനിക്ക് ഒരുപാട് സന്തോഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ ഒരു ഉമ്മയാക്കിയ അവളിലൂടെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാഴ്ചയില്ലാത്ത ആൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവൾ ഒട്ടും കാഴ്ചയില്ല ഐഷുവിന്. എന്നിട്ടും ഫോട്ടോയിൽ ക്യാമറയിലേക്ക് അവൾ നോക്കാറുണ്ട് ചില സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും, എൻ്റെ മോൾക്ക് കാഴ്ച ഉണ്ട് എന്നുള്ളൊരു സന്തോഷത്തിൽ ഇരിക്കുമെങ്കിലും എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ എനിക്കറിയാം അവൾ കാഴ്ചയില്ല എന്ന്. അതുപോലെ തന്നെയാണ് ഒരു പരിമിതികളുള്ള ഒരു കുട്ടിനെ നോക്കേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള മക്കളുടെ പാരൻസിൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തവരുടെ അവസ്ഥ എന്താണ്. ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടും ചില കാര്യങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി സംരക്ഷിക്കാൻ ആളും സമ്പത്തൊക്കെ ഉണ്ടായിട്ടും അത് ഉപയോഗപ്പെടുത്താൻ പറ്റാത്ത കുറേ സിറ്റുവേഷൻസ് ഉണ്ട് കേട്ടോ. അതിലൊരു ഉദാഹരണം പറയാം. നമുക്ക് കൊറോണ ഉണ്ടായല്ലോ, ആ സമയത്ത് ഞാൻ അനുഭവിച്ചത് അതാണ്. നമുക്ക് ആളുണ്ട്, കൊടുന്നേരം സാധനമുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഞാനും മോളും അവിടെ ഒറ്റപ്പെട്ടൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ അവസ്ഥയിലൂടെയും കടന്നു പോയതുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും, എല്ലാ മനുഷ്യന്മാരുടെ സാഹചര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം എൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് ഒന്നിലും ദുഃഖിക്കാറില്ല. സന്തോഷ നിമിഷങ്ങൾ ഒരു നോർമലായിട്ട്, അതായത് സന്തോഷവും ദുഃഖവും ഒരു ന്യൂട്രലായിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടുന്നുണ്ട്. ഒന്നിനെക്കുറിച്ചും അമിതമായിട്ടൊരു ആഗ്രഹമില്ല. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാരണം ചിലരിലൊക്കെ
പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോഴാണ് നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നീ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അൽഹംദുലില്ലാ അത് ഞാൻ ഒരുപാട് ആസ്വദിക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം.